വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ലോകത്തിലെ ഏറ്റവും പുരാതനമായ ചരിത്രപരമായി നിലകൊള്ളുന്ന 15 ഹിന്ദു ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 15, ടെമ്പിൾ ഓഫ് ഹെറ. പോസിഡോൺ എന്നറിയപ്പെടുന്ന ഈ ക്ഷേത്രം ഇറ്റലിയിലെ ഒരു ഗ്രീക്ക് ക്ഷേത്രമാണ്. BC 460-450 കാലഘട്ടത്തിൽ ഡോറിക് ക്രമത്തിലാണ് ഇത് നിർമ്മിച്ചത്. നെപ്റ്റ്യൂൺ ക്ഷേത്രം എന്ന് തെറ്റായി വിളിച്ചിരുന്ന ഇത് ഹെറ ദേവതയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നതാണെന്ന് കരുതപ്പെടുന്നു. എല്ലാ ഗ്രീക്ക് ക്ഷേത്രങ്ങളിലും ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇത്. നമ്പർ 14, അജന്ത കേവ്. ഇന്ത്യയിൽ മഹാരാഷ്ട്രയിൽ BC 2-ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം AD 480 വരെയുള്ള കാലഘട്ടത്തിൽ പാറയിൽ കൊത്തിയെടുത്ത 30 ബുദ്ധ ഗുഹാ സ്മാരകങ്ങളാണ് അജന്ത ഗുഹകൾ. ഈ ഗുഹകൾ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. പുരാതന ഇന്ത്യൻ കലയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നായി ഇവ വിശേഷിപ്പിക്കപ്പെടുന്നു. നമ്പർ 13, മഹാബോധി ടെമ്പിൾ. യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായ മഹാബോധി ക്ഷേത്രം ഒരു മഹത്തായ ഒന്നാണ്. ഇന്ത്യയിലെ ബീഹാറിലെ ഒരു പുരാതനവും എന്നാൽ പുനഃസ്ഥാപിച്ചതുമായ ബുദ്ധക്ഷേത്രമാണ് ഇത്. ബുദ്ധൻ ജ്ഞാനോദയം നേടിയതായി പറയപ്പെടുന്നത് ഈ സ്ഥലത്താണെന്ന് അറിയുന്നു. ഇത് 2000 വർഷത്തിലേറെയായി ബുദ്ധമതക്കാരുടെ ഒരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. നമ്പർ 12, സാഞ്ചി സ്തൂപ. ഇന്ത്യയിൽ മധ്യപ്രദേശിൽ ഒരു കുന്നിൻ മുകളിലാണ് സാഞ്ചി സ്ഥിതി ചെയ്യുന്നത്. മഹാസ്തൂപത്തിന് പേരുകേട്ട ഒരു ബുദ്ധമത സമുച്ചയമാണ് സാഞ്ചി സ്തൂപം. സാഞ്ചിയിലെ മഹാസ്തൂപം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ശിലാനിർമ്മിതികളിൽ ഒന്നാണ്. നമ്പർ 11, അബു സിംബൽ ടെമ്പിൾ. ഈജിപ്തിൽ ഗ്രാമത്തിൽ പാറയിൽ കൊത്തിയെടുത്ത കൂറ്റൻ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര സ്ഥലമാണ് അബു സിംബൽ. നാസർ തടാകത്തിന്റെ പടിഞ്ഞാറൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. BC 13-ാം നൂറ്റാണ്ടിൽ ഫറവോ റാമസസ് രണ്ടാമന്റെ 19-ാം രാജവംശത്തിന്റെ ഭരണകാലത്ത് മലഞ്ചെരുവിൽ നിന്ന് കൊത്തിയെടുത്തതാണ് ഈ ഇരട്ട ക്ഷേത്രങ്ങൾ. നമ്പർ 10, പാലസ് ഓഫ് നോസസ്. ക്രീറ്റിലെ വെങ്കലയുഗ പുരാവസ്തു കേന്ദ്രമാണ് നോസസ്. മിനോവൽ നാഗരികതയുടെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു ഈ സ്ഥലം. തീസസിന്റെയും മിനോട്ടോറിന്റെയും ഗ്രീക്ക് പുരാണവുമായുള്ള ബന്ധത്തിന് പേരുകേട്ടതാണ് ഇത്. കൂടാതെ ഒരു ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രമായി ഇത് തുടരുന്നു. യൂറോപ്പിലെ ഏറ്റവും പഴക്കം ചെന്ന ഒന്നാണ് ഇത്. നമ്പർ 9, സുക്കുറാത്ത് ഓഫ് ഊർ. ഇന്നത്തെ ഇറാഖിലെ ദി ഗാർ പ്രവിശ്യയിലെ നസ്രിക്കടുത്തുള്ള ഊർ നഗരമായിരുന്ന ഒരു നിയോ സുമേറിയൻ സുഗുറുത്താണ് ഇത്. ഈ ഘടന ആദ്യകാല വെങ്കലയുഗത്തിൽ ഊർ 3-ാം രാജവംശത്തിലെ രാജാവ് ഊർ നമ്മു നിർമ്മിച്ചതാണ്. നിയോ ബാബിലോൺ കാലഘട്ടത്തിലെ BC 6-ാം നൂറ്റാണ്ടോടെ ഇത് തകർന്നു. നബോണിഡസ് രാജാവ് ഇത് പുനഃസ്ഥാപിച്ചു. നമ്പർ 8, ടെക്കോഗ സാൻപിൻ. ഇറാനിലെ ഗുനസ്ഥാൻ പ്രവിശ്യയിലുള്ള ഒരു പുരാതന എലാമൈറ്റ് സമുച്ചയമാണ് ഇത്. മെസൊപ്പൊട്ടോമിയയ്ക്ക് പുറത്ത് നിലവിലുള്ള ചുരുക്കം ചില സിഗാററ്റുകളിൽ ഒന്നാണിത്. യുനെസ്കോ സ്റ്റെപ്പ്ഡ് പിരമിഡ് സ്മാരകത്തിന് ഏറ്റവും മികച്ച സംരക്ഷിത ഉദാഹരണമായി സിഗാറത്തിനെ കണക്കാക്കുന്നു. നമ്പർ 7, ടെമ്പിൾസ് ഓഫ് അപ്പോളോ. മധ്യ ഗ്രീസിലെ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന പാൻ ഹെല്ലനിക് മതസങ്കേതത്തിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു ഈ ക്ഷേത്രം. ക്ഷേത്രവും സങ്കേതവും മൊത്തത്തിൽ പ്രധാന ഗ്രീക്ക് ദേവന്മാരിൽ ഒരാളായ അമ്പെയ്ത്ത്, സംഗീതം, വെളിച്ചം, പ്രവചനം, കലകൾ, രോഗശാന്തി എന്നിവയുടെ ദേവനായ അപ്പോളോയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു. നമ്പർ 6, ഗാൻഡിജ ടെമ്പിൾസ്. മാൾട്ടയിലെ മെഡിറ്ററേനിയൻ ദ്വീപായ ഗോസോയിൽ നിയോലോത്തിക് കാലഘട്ടത്തിലെ ഒരു മെഗാലിത്തിക് ക്ഷേത്ര സമുച്ചയമാണ് ഗാൻഡിജ്. മാൾട്ടയിലെ മെഗാലിത് ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളവയാണ് ഇത്. ഈജിപ്തിലെ പിരമിഡുകളെക്കാൾ പഴക്കമുള്ളവയും ഇത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള 2ാമത്തെ മനുഷ്യനിർമ്മിത മതഘടനയുമാക്കി മാറ്റുന്നു. നമ്പർ 5, സ്റ്റോൺഹെഞ്ച്. ഇംഗ്ലണ്ടിലെ സാലിസ്ബറി സമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്രാതീത മെഗാലിത്തിക് ഘടനയാണ് സ്റ്റോൺഹെഞ്ച്. ഇംഗ്ലണ്ടിലെ നിയോലിത്തിക് വെങ്കലയുഗ സ്മാരകങ്ങളുടെ ഏറ്റവും സാന്ദ്രമായ സമുച്ചയത്തിന്റെ മധ്യത്തിൽ മണ്ണിടിച്ചിലുകൾക്കുള്ളിലാണ് കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. BC 3100 തുടങ്ങി BC 1600 വരെയാണ് ഇത് നിർമ്മിച്ചത്. നമ്പർ 4, ഹൈപ്പോജിയം ഓഫ് ഹൽ സഫ്ലീനി. മാൾട്ടയിലെ പവോളയിൽ സ്ഥിതി ചെയ്യുന്ന മാൾട്ടീസ് ചരിത്രാതീത കാലത്തെ സഫ്ലിയാനി കാലഘട്ടത്തിൽ പഴക്കമുള്ള ഒരു നിയോലിത്തിക് ഭൂഗർഭ ഘടനയാണ് ഹൽ സഫ്ലിയാനിയുടെ ഹൈപ്പോജിയം. മാൾട്ടീസ് ക്ഷേത്ര നിർമ്മാണ സംസ്കാരത്തിന്റെ ഏറ്റവും മികച്ച സംരക്ഷിത ഉദാഹരണങ്ങളിൽ ഒന്നാണിത്. നമ്പർ 3, ഗോവക്ലി ദ്വീപ്. ഇതൊരു നിയോലിത്തിക് പുരാവസ്തു സ്ഥലമാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മെഗാലിത്തുകളിൽ ഒന്നായ വലിയ ശിലാസ്തംഭങ്ങൾ ഉൾക്കൊള്ളുന്ന വലിയ വൃത്താകൃതിയിലുള്ള ഘടനകൾക്ക് ഇത് പേരുകേട്ടതാണ്. തെക്കു പടിഞ്ഞാറൻ ഏഷ്യൻ നിയോലിത്തിക് കാലഘട്ടത്തിന്റെ ഉദയത്തിലാണ് ഈ സ്ഥലം ആദ്യമായി ഉപയോഗിച്ചത്. നമ്പർ 2, ടെമ്പിൾ ഓഫ് അമാഡ. ന്യൂബിയയിലെ ഏറ്റവും പഴക്കം ചെന്ന ഈജിപ്ഷ്യൻ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമാദ ക്ഷേത്രം. 18-ാം രാജവംശകാലത്ത് ഫറവോ തുട്മോസ് 3-ാമൻ ഇത് നിർമ്മിച്ചു. മൊത്തത്തിൽ 3 തലമുറകൾ ക്ഷേത്ര നിർമ്മാണത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. ഈ ക്ഷേത്രം അമുൺ റായ്ക്കും ഹൊറാക്തി റായ്ക്കും സമർപ്പിച്ചു. നമ്പർ 1, ടെമ്പിൾ ഓഫ് ഹാറ്റ്ഷെപ്സൂട്ട്. ഈജിപ്തിലെ 18-ാം രാജവംശത്തിലെ ഫറവോ ഹാറ്റ്ഷെപ്സൂട്ടിന്റെ ഭരണകാലത്താണ് ഇത് നിർമ്മിച്ചത്.
ലക്സോർ നഗരത്തിന് എതിർവശത്തായി സ്ഥിതി ചെയ്യുന്ന ഇത് പുരാതന വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസായി കണക്കാക്കപ്പെടുന്നു. ഫറവോയുടെ ശവകുടീരം ഇതിൽ സ്ഥിതി ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.